ഓക്കെ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മുടെ മാർക്കറ്റിലെ അനാലിസിസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ലൈവ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ അനാലിസിസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് നമുക്ക് നിഫ്റ്റിയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നിഫ്റ്റിയിലെ ഒരു 4 hour ടൈം ഫ്രെയിമിലേക്ക് പോയാൽ മാർക്കറ്റ് അത്യാവശ്യം ഒന്ന് മേളിലേക്ക് പോയി നല്ലൊരു കറക്ഷന് ശേഷം തിരിച്ച് വീണ്ടും കയറിയിട്ടുണ്ട്. സോ ഈ ഒരു ഹൈ, ഈ ഒരു ഏരിയ ഉണ്ട്, ഈ ഒരു കംപ്ലീറ്റ് ഏരിയ. ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് ഒരിക്കൽ ക്ലോസ് ചെയ്യാൻ നോക്കി, പറ്റിയില്ല. തിരിച്ച് താഴോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, തിരിച്ച് വീണ്ടും സസ്റ്റെയിൻ ചെയ്തില്ല. ഇപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു പീക്ക് ബ്രേക്ക് ചെയ്ത് കയറിയിട്ട് തിരിച്ച് വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ പക്ഷെ ക്യാൻഡിൽസ് അത്യാവശ്യം ക്വാളിറ്റി ക്യാൻഡിൽസ് ആണ്. ഇപ്പോൾ ഇതൊരു റീടെസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ എടുക്കാം. ഇത്രയും നേരം ഒരു വീക്ക്നെസ്സിലാണ് നിന്നതെങ്കിൽ ഈ ഒരു ബ്രേക്ക്ഔട്ട് കുറച്ചുകൂടെ പവർഫുൾ ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഔട്ട് ആയിരുന്നു. റീടെസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്, പക്ഷെ സ്റ്റിൽ ഇതിന്റെ ഹൈ ബ്രേക്ക് ചെയ്യാണ്ട് നമുക്ക് അതിനകത്ത് ഒരു നല്ലൊരു എൻട്രി ഇല്ല. ഇപ്പോ ഇന്ന് ഓപ്പൺ ചെയ്യുന്നത് ഏകദേശം ഇതിന്റെ ഹൈയിലേക്കായിരിക്കും ഓപ്പൺ ചെയ്യുക. ഇതിവിടെ കാണുന്ന കണ്ടു കഴിഞ്ഞാലും 25,048 എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം 25,000 മേളിൽ നിൽക്കുന്നത് വളരെ ഗുഡ് ആയിട്ടുള്ള ഒരു ഡിസിഷനാണ്. 25,040 എന്നുള്ളത് വളരെ ഏറ്റവും നല്ലൊരു ഏരിയയാണ്. ഈ ഒരു ക്യാൻഡിൽ ഏരിയ നോക്കിയാൽ 25,040 എന്നുള്ളൊരു ഏരിയ വളരെ നന്നായിട്ട് റെസ്പെക്ട് ചെയ്യുന്ന കാണാറുണ്ട്. ഇത് ഈ ഒരു ക്യാൻഡിലിന്റെ ഏരിയയൊക്കെ അതിന് മേളിൽ ക്ലോസ് ചെയ്യാനാണ് ശ്രമിച്ചത്. ഓക്കെ, 25,040 to 25,060 എന്നുള്ള ഒരു ഏരിയ നമുക്ക് വേണമെങ്കിൽ ബഫറിങ് ഇടാം. അപ്പോ ഇല്ല, കുറച്ചുകൂടെ ഞാൻ സേഫ് ആയിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ 25,100 ശേഷം മാർക്കറ്റിൽ അടുത്ത നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് 25,240 മാർക്കറ്റ് കയറിപ്പോകാൻ. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് ഇവിടെയും ഇതിന് ശേഷം മാർക്കറ്റ് മുകളിലേക്കാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം ഈ ഒരു ക്യാൻഡിൽ റേഞ്ചിന് ഉള്ളിലേക്ക്, ഏകദേശം 25,200 റേഞ്ചിലേക്ക് ഒരു ഈസിലി ഒരു കർവ് കിട്ടാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. 2 ഗ്രീൻ ക്യാൻഡിൽസ് ഓപ്പൺ ചെയ്യുന്നത് തന്നെ ഇവിടെ ആയിരിക്കാം. ഓപ്പൺ ചെയ്തതിനു ശേഷം ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്ത് അടുത്തൊരു കണ്ടിന്യൂഷൻ ക്യാൻഡിൽ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഇന്നത്തെ മാർക്കറ്റ് ഒന്ന് കൺസോൾഡേറ്റ് ചെയ്ത് നിൽക്കാനുള്ള ഒരു പ്രോബബിലിറ്റി കാണുന്നുണ്ട്. സോ ആ ഗ്യാപ്പ് ഇപ്പൊ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു കണ്ടിന്യൂറ്റി കാണും. 25,240 വരെ ഇതിന് അടുത്ത ലെവൽസ് മെയിൻ ആയിട്ടും പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. സോ ഈ ഒരു ലെവല് ചിന്തിച്ചു വെക്കുക. 25,000 ഇന്നത്തെ ട്രേഡിംഗ് റേഞ്ച് എന്ന് പറയുന്നത് 25,000 to 25,240 എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവൽസ് ആണ്. ഇതിനുള്ളിൽ ട്രേഡ് ചെയ്യാൻ നല്ല സാധ്യത കാണുന്നുണ്ട്. സോ ഡിപ്പിൽ ബൈ ചെയ്യുക, ടാർഗറ്റ് എത്തുമ്പോൾ നമ്മൾ ഒഴിവാക്കുക എന്നുള്ളത്. മാർക്കറ്റിൽ ഇതുവരെ കണ്ടീഷൻ വളരെ കാമാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ 51,000 മേളിൽ ബാങ്ക് നിഫ്റ്റി കയറുന്നുണ്ട്. 51,000 മേളിൽ എന്ന് പറയുമ്പോൾ ഇതുവരെ കാര്യമായിട്ടില്ല. ഇതൊക്കെ ഒരു സൈഡ് വൈസ് ഏരിയ ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു, ഞാനിവിടെ ഒരു ബോക്സ് വരച്ചു കഴിഞ്ഞാൽ, ഓക്കെ, ഈ ഒരു ബോക്സിൽ ഇട്ട് കഴിഞ്ഞാല്, ഓക്കെ, ഈ ഒരു ഏരിയക്കുള്ളിൽ വരുമ്പോൾ പ്രത്യേകിച്ച് നല്ലൊരു ഡേറ്റ ഇല്ല. എന്നാൽ ഇവിടെ ഒരു ബുള്ളിഷ്നെസ് വന്നിട്ടുണ്ടായിരുന്നല്ലോ. സോ ആ ഒരു ബുള്ളിഷ്നെസിന്റെ മേളിൽ വന്നാൽ മാത്രമേ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ്നെസ് വരുള്ളൂ. സോ ഇവിടെ ഇന്ന് സംഭവിക്കാൻ പോകുന്നത് പറഞ്ഞാൽ മാർക്കറ്റ് ഒന്ന് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യും ഈ ഒരു ബോക്സിനുള്ളിലേക്ക്, എന്നിട്ട് ഇത് കർവ് ചെയ്ത് കയറി പോകാനുള്ള, അതായത് 51,600 റേഞ്ചിലേക്ക് അടുത്തിന് മൂവ് ചെയ്യാൻ ഇത് ടഫ്ലി ട്രൈ ചെയ്യും. അപ്പൊ അതിനകത്ത് ഏറ്റവും ഫസ്റ്റിലത്തെ ലൈൻ എന്ന് പറയുന്നത് 51,400 ആണ്. അതിനുശേഷം 51,600 ആണ്. സോ 51,600 മേളില് വന്ന് ക്ലോസ് ചെയ്യുന്ന കുറച്ച് ടഫാണ്. സോ അതിന് അടുത്ത ദിവസം വേണ്ടി വന്നേക്കാം. സോ മാർക്കറ്റ് ഒരു ബുള്ളിഷ് ട്രെൻഡിലേക്ക് പൊക്കഴിഞ്ഞാൽ ഓൾറെഡി ഓപ്പൺ ചെയ്തിരിക്കുന്ന 200 റേഞ്ചിലാണ്. 200 റേഞ്ച് എന്ന് പറയുന്നത് ഓക്കെ, ഗുഡാണ്. സപ്പോർട്ടിൽ നിന്ന് അത്യാവശ്യം ദൂരെയാണ് നിൽക്കുന്നത്. 240 മേളിൽ നമുക്കിതിനെ ഗുഡായിട്ട് ഫീൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെയും ഞാനൊരു 240 എടുക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ പ്രീവിയസ് ട്രേഡിംഗ് ലൈൻസ് ആണ്. ഇവിടുത്തെ ലോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. ഞാനൊന്ന് ലൈൻസ് ഡിലീറ്റ് ചെയ്തതാണ്. ഒരുപാട് കൺജസ്റ്റഡ് ആയിട്ടിരുന്നതുകൊണ്ട് ഞാൻ ലൈൻസ് ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇതൊക്കെ ലൈൻസ് ആയിട്ട് മുന്നേ വർക്ക് ചെയ്താണ്. ഈ ക്യാൻഡിലിന്റെ ലോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ക്യാൻഡിലിന്റെ ഹൈസ് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് പറ്റാണ്ട് തിരിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ 4-5 ക്യാൻഡിൽസിന്റെ ഒരു ഏരിയ ഇവിടെ തിരിച്ചു വന്നു. ഈ ഒരു ഏരിയയിൽ ഇത് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ സപ്പോർട്ട്സ് പെർഫെക്റ്റ് ലൈനാണ് 240 എന്ന് പറയുന്നത്. 240 to 400. അപ്പോൾ ഫസ്റ്റ് ഇൻട്രാഡേ ട്രേഡ്സ് നമുക്ക് ഇവിടെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം 600 to 800 റേഞ്ചസിലേക്ക് നമുക്ക് അടുത്ത ടാർഗറ്റ്സ് കിടക്കുന്നുണ്ട്.
പറയുന്നുണ്ട്. സോ ഇതായിരിക്കണം ട്രേഡ് പ്ലാൻ. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ക്യാൻഡലിന്റെ ലോ ഇല്ലെങ്കിൽ 960 ഓർ 950 ലോ ബ്രേക്ക് ചെയ്താൽ മാത്രം മാർക്കറ്റ് താഴേക്ക് ഷോർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് പ്ലാൻ ചെയ്താൽ മതിയാകും. സോ ഇതാണ് ഇന്നത്തെ അനാലിസിസ്. ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന ഒരാൾക്കുള്ള അനാലിസിസ് ആണ് ഞാൻ ഈ പറഞ്ഞത്. ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് ഇൻട്രാഡേ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാന്നുള്ള സ്റ്റോക്സ്, ഒന്ന് ഇൻഫി, നല്ല മൊമെന്റം ആണ്. HDFC ബാങ്ക് 1660 ഒരു ചെറിയ അത്യാവശ്യം നല്ലൊരു റെസിസ്റ്റൻസ് ഉണ്ട്. നിങ്ങൾക്ക് ചാർട്ട് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും, നല്ല റെസിസ്റ്റൻസ് ആണ്. പക്ഷെ 1640 താഴെ ഒരുപാട് ദിവസം നിന്ന HDFC ബാങ്ക് കഴിഞ്ഞ 2 ദിവസമായിട്ടാണ് ആ ഒരു ബുള്ളിഷ് ടെറിട്ടറിയിലേക്ക് വന്നത്. സോ ആ ഒരു ബുള്ളിഷ്നെസ്സിന് മാർക്കറ്റ് കയറുവാണെങ്കിൽ അതിന്റെ കൂടെ ഒരു കണ്ടിന്യൂറ്റി വരാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. കൊഡാക് ബാങ്ക് 1804 മേളിൽ നമുക്ക് വേണമെങ്കിൽ ഇൻട്രാഡേ നോക്കാം. 1808 മേളിൽ സോളിഡ് ആയിട്ടുള്ള ട്രേഡ് കിടപ്പുണ്ട്. ഇൻഡസിന്റെ എല്ലാ സ്റ്റോക്സും അത്യാവശ്യം ഗുഡാണ്. SBI മാത്രം തൽക്കാലം നോക്കണ്ട, റിക്കവറി വന്നിട്ടുണ്ട്. എന്നാലും 780 മേളിൽ അറ്റ്ലീസ്റ്റ് അതിനകത്തൊരു ട്രേഡ് ഉള്ളൂ. ബിക്കോസ് ആ സ്റ്റോക്ക് ഓൾമോസ്റ്റ് ഇങ്ങനെ ഒരു സ്വിങ്ങിന്റെ ലോഡ് അടുത്താണ് നിൽക്കുന്നത്. സോ ലോയിലേക്ക് നിൽക്കുമ്പോൾ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ കാണും. ഈ ട്രെൻഡ് ലൈനിൽ തട്ടി ചിലപ്പോൾ താഴേക്ക് തിരിച്ച് വീണ്ടും വിഴുന്നേക്കാം എന്നുള്ളൊരു, അത് സ്റ്റോക്ക് സ്പെസിഫിക് ആണ്, ഇൻഡെക്സ് സ്പെസിഫിക് അല്ല. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ അവിടെ വന്നേക്കാം. പിന്നെ TCS അത്യാവശ്യം നല്ല ഇൻട്രാഡേ ട്രിഗർ ചെയ്യുന്നുണ്ടായിരുന്നു. 4500 മേളിൽ നല്ല ട്രേഡ് ഉണ്ട്. ടാർഗറ്റ് 4540 വരെ ട്രേഡ് ഉണ്ട്. കഴിഞ്ഞ ദിവസവും നമുക്ക് നല്ലൊരു ട്രേഡ് തന്നാണ്. വിപ്രോ 520 മേളിൽ ചെറിയൊരു സ്വിങ് വേണമെങ്കിൽ എടുക്കാം, കുഴപ്പമില്ലാത്തൊരു സംഭവമാണ്. ഇല്ല നിങ്ങൾക്ക് ട്രേഡ് എടുക്കണമെങ്കിലോ ഇൻട്രാഡേയിലാണെങ്കിലോ പോവാം, പക്ഷെ വിപ്രോ കുറച്ച് വീക്കാണ്. അതുപോലെ JWL പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, JWL നമ്മൾ 520 മേളില് 480, 520, 560, 600 ആണ് അതിന്റെ ഓരോ സ്റ്റെപ്സ്. 480 വന്നിട്ടുണ്ടായിരുന്നു. 480 ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ നല്ലത്. പക്ഷെ 480 ഓൾമോസ്റ്റ് 490 വരെ അത് താഴോട്ട് വന്നിട്ടുണ്ട്. കറക്റ്റ് ചെയ്തപ്പോൾ എടുക്കാൻ പറ്റില്ല. ഞാൻ 500 മേളിൽ വന്നപ്പോൾ ഞാൻ പൊസിഷൻ എടുത്ത് വെച്ചിട്ടുണ്ട്. 520 മേളിൽ നമ്മുടെ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിപ്പോ ബ്രേക്ക് ചെയ്ത് ഒരു റീടെസ്റ്റ് ചെയ്യുന്ന പോലെ ഒരു കുഞ്ഞു ക്യാൻഡിൽ നിപ്പുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ഒരു ബുള്ളിഷ്നെസ് ഫീൽ ചെയ്യുകയാണെങ്കിൽ അടുത്തൊരു 528 മേളിൽ എടുക്കാം. 580 ഫസ്റ്റ് ടാർഗറ്റ് ആണ് അവിടെ കീപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് മേളിലോട്ട് അത്യാവശ്യം നല്ല ടാർഗറ്റ്സ് കിടപ്പുണ്ട്. റെയിൽവേ സെക്ടർ ആണ്. സ്റ്റോക്സിൽ കുറച്ച് നെഗറ്റീവ് ഇഷ്യൂസ് വന്നപ്പോൾ സ്റ്റോക്ക് താഴെ വന്നു. അതുപോലെ മാർക്കറ്റ് എല്ലാ ഗവൺമെന്റ് സെക്ടറുമായിട്ട് ഇല്ലെങ്കിൽ ഇലക്ഷനുമായിട്ട് ഒരു കറന്റ്ലി ഒരു NDA ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാ ബുള്ളിഷ്നെസ്സും കഴിഞ്ഞപ്പോൾ സ്റ്റോക്ക് നന്നായിട്ടൊന്ന് കറക്റ്റ് ചെയ്തു. ആ കറക്ഷന് ശേഷം തിരിച്ച് കയറി വരാൻ ശ്രമിക്കുന്നതാണ്. സോ ബ്ലൈൻഡ് ആയിട്ടല്ല ട്രേഡ് പറഞ്ഞത്. സപ്പോർട്ട് കണ്ടപ്പോൾ ബൈ ചെയ്ത ഒരു 480 to 500 ബൈ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആയതുകൊണ്ട് കുറച്ച് ക്വാണ്ടിറ്റി ഞാൻ ആഡ് ചെയ്തു. ഐ തിങ്ക് ഞാൻ ആഡ് ചെയ്തത് ഓൾമോസ്റ്റ് 25 ക്വാണ്ടിറ്റിയെ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനി ഒരു 25 ക്വാണ്ടിറ്റി അത്യാവശ്യം ബുള്ളിഷ്നെസ് വന്നു കഴിഞ്ഞാൽ ഞാനൊരു ഈ ഒരു ഏരിയക്ക് മേളിൽ ഞാൻ വേണമെങ്കിൽ എൻട്രി ചെയ്യാമെന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അതിന്റെ മേളിൽ ഹൈ എഡ്ജ് അല്ല, പക്ഷെ മൂവ്മെന്റ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ലൈവ് ഇനി നിങ്ങൾക്ക് ട്രേഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ഇനി ആ കൂടെ 4 മിനിറ്റേ ഉള്ളൂ. സോ ഒരുപാട് പറയുന്നില്ല. ഇപ്പോൾ ഇതിനുള്ളിൽ ഞാൻ കുറച്ച് ഇൻട്രാഡേ സ്റ്റോക്സും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു ഇൻട്രാഡേ സ്റ്റോക്സിന്റെ ഒരു ലിസ്റ്റിലേക്ക് പോയാൽ ഇനി ഏതെങ്കിലും സ്റ്റോക്ക് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ പറയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഹിൻഡാൽക്കോ നിങ്ങൾക്ക് നോക്കാം. ഹിൻഡാൽക്കോ 660 മേളിൽ നല്ലൊരു ട്രേഡ് വരും. ഇതൊന്ന് ചിലപ്പോൾ കറക്റ്റ് ചെയ്തേക്കാം. 654 to 656 ഒക്കെ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ചെയ്യപ്പെട്ടേക്കാം. അതിനുശേഷം വേണമെങ്കിൽ നോക്കാം. ട്രൈഡന്റ് സ്വിങ് ലോയിൽ നിന്ന് എടുക്കുന്ന പെന്നി സ്റ്റോക്സിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ഒരാൾക്ക് അയാളുടെ ക്യാപിറ്റലിലെ 5% ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒക്കെ ആണെങ്കിൽ ഞാൻ ട്രൈഡന്റ് ഇന്ന് ചിലപ്പോൾ എടുത്തെന്നിരിക്കും. 36 എന്നുള്ള ഒരു ബൈയിങ് പ്രൈസ്. ചെറിയൊരു ക്വാണ്ടിറ്റി എടുക്കുന്നുള്ളൂ. താല്പര്യമുള്ളവർക്ക് പോവാം. ഞാൻ അതിൻ്റെ അകത്ത് ലെവല് പറയുന്നുണ്ടാവും. ബാക്കി ഇൻട്രാഡേ ദേവയാനിയൊക്കെ നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞ സ്റ്റോക്സ് ആണ്. 154 റേഞ്ചിൽ ടാർഗറ്റിനൊക്കെ അടുത്ത് നിൽക്കുവാണ്. ജൂബിലന്റ് ഫുഡ്സ് വേണമെങ്കിൽ ഇൻട്രാഡേക്ക് സ്വിങ്ങിനാണെന്ന് തോന്നുന്നു. ജൂബിലന്റ് ഫുഡ്സ് ഇല്ല, ഇൻട്രാഡേക്ക് നോക്കാം കേട്ടോ. ഇൻട്രാഡേക്ക് ഈ സ്റ്റോക്ക് നിങ്ങൾക്ക് നോക്കാന്നുള്ളതാണ്.
ജൂബിലന്റ് ഫുഡ്സ് എന്ന് പറയുമ്പോൾ ഡോമിനോസ് പിസോയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റോക്കാണ്. IEX ഇന്ന് ടാർഗറ്റ് ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഞാൻ എന്നാലും കൊടുക്കുന്നില്ല. IEX എനിക്ക് 240 റേഞ്ചിലാണ് എന്റെ ടാർഗറ്റ് കിടക്കുന്നത്. 220 ആയിരുന്നു പറഞ്ഞിരുന്നത്. 217 പോയിന്റ് സംതിങ് വരെ പോയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ പറഞ്ഞ സ്റ്റോക്കിൽ ഓൾമോസ്റ്റ് ഒരു 17 to 18% ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഒരു 20 to 25 കിട്ടാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. സോ ഇതിന് മേളിൽ ഞാൻ ലൈവ് എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല. ഇനി ഒരു മാർക്കറ്റ് ഉണ്ട്. നിങ്ങൾക്ക് എന്താണ് പ്രീമിയംസ് എടുത്ത് മാർക്ക് ചെയ്ത് നിങ്ങളുടെ ബ്രോക്കറിൽ ഇടേണ്ട സമയം വേണം. സോ നിങ്ങൾ നോക്കിയിട്ട് നല്ല ട്രേഡ്സ് വരുവാണെങ്കിൽ കയറുക, സേഫ് ആയിട്ട് ട്രേഡ് ചെയ്യുക. ഓക്കെ, ഓണത്തിനിടയിൽ നിങ്ങൾ വലിയൊരു ലോസ് ഒന്നും ഉണ്ടാക്കി വെക്കരുത്. മാന്യമായിട്ട് നിങ്ങൾക്ക് ഒരു ലോസ് ലിമിറ്റ് നിങ്ങൾ മനസ്സിൽ കരുതുക. പ്രോഫിറ്റ് ആണെങ്കിലും അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് ലിമിറ്റ് നിങ്ങൾ കരുതിയിട്ട് ട്രേഡിൽ കയറുക. ട്രേഡ് സേഫ്, ട്രേഡ് ഹാപ്പി. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലാത്തവർക്ക് നിങ്ങൾക്ക് ട്രേഡിൽ പോകണം എന്നുണ്ടെങ്കിൽ ട്രേഡിലേക്ക് പോകാം. ഞാൻ ലൈവ് കഴിഞ്ഞു. ഡൗട്ട്സ് ഉള്ളവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലെങ്കിൽ ഞാൻ ലൈവ് ഇപ്പൊ ക്ലോസ് ചെയ്യാം.